ഉപ്പാപ്പ പറഞ്ഞതായിട്ട് തന്നെ ഒരു ഇതുണ്ടായാല് അല്ല അത് ഞാൻ അവരോട് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും ക്രിസ്ത്യൻസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളോ അവൻ കാട്ട് കള്ളനാണ്. അതിൽ ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് സലാം മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിൽ കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്. എന്താണ് ചങ്ങായി പറയണത്? വൈലത്തൂർ തങ്ങൾ, ഞാൻ വൈലത്തൂരുകാരനാണ്. വൈലത്തൂർ തങ്ങളെ കുറിച്ച് വൈലത്തൂർ തങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളതും അന്റെ കള്ളനുണ്ടല്ല ഉമ്മാന്റെ പള്ളിയിൽ കിടന്നുകാണ്ട് ഖുർആൻ ഓതി എന്ന് പറഞ്ഞേ അവനെ കുറിച്ച് പറഞ്ഞ കാര്യം, വൈലത്തൂർ തങ്ങള് പറയുന്ന വിഷയങ്ങളുടെ എന്താണ് മൂപ്പര് പറയണെന്നുള്ളതിനെ കുറിച്ച് വല്ല ധാരണ എനിക്കുണ്ടാ. ഞാൻ വൈലത്തൂരുകാരനാണ്, വൈലത്തൂർ തങ്ങളെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. ഒരു 4 പേരെ കഴിഞ്ഞാൽ എൻ്റെ വീട് വൈലത്തൂരാണ്, വൈലത്തൂർ തങ്ങളെ വീടാണ്. വൈലത്തൂർ തങ്ങളെ അടുത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയ ആളാണ്, അതറിയോ? വൈലത്തൂർ തങ്ങള് അന്റെ കള്ളനുണ്ടല്ല, കാട്ടുകള്ളൻ, ഉമ്മാന്റെ പള്ളിയിൽ കിടന്നുകാണ്ട് ഖുർആൻ ഓതി എന്ന് പറഞ്ഞ കള്ളേ, ഒരു അത്തറ് കൊടുത്തയച്ചിനി, അത്തറ് കൊടുത്തയച്ചിനി അവന്. ആ അത്തറിന്റെ ഒരു കഥ വൈലത്തൂർ തങ്ങളെ മകന് ജലാലുദ്ദീൻ തങ്ങൾ പറയുന്നുണ്ട്. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഞാൻ മൂപ്പര് ഒന്നും കൂടി പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞുതരാം. തങ്ങൾ വഫാത്താകണീന്റെ മുമ്പ് തങ്ങളെ കൂടെ ഉണ്ടാവണ എപ്പോഴും ഉണ്ടാവണ ഹാദിമിനോട് പറഞ്ഞതാ ആ സാധനം പുറത്ത് കൊണ്ടുപോയി കളയാൻ ആവശ്യപ്പെട്ടതാ. ആ കാട്ട് കള്ള എന്ന് പറഞ്ഞില്ലേ, കാട്ട് കള്ള എന്ന് പറഞ്ഞില്ലേ, ഇല്ലെങ്കിൽ പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. ഏയ്, തങ്ങൾ പറഞ്ഞതിന്റെ കാര്യങ്ങൾ എന്തെന്ന് അത് മനസ്സിലാക്കണം. എന്താ പറഞ്ഞെന്നുള്ളത്. അന്റെ കള്ളൻ എങ്ങനാലും പെരുങ്കള്ളനാണ് അവന്. ആര്? ആഫിർ ഒരുവട്ടൂര് കള്ളനുണ്ടല്ല, പെരുങ്കള്ളനാണ് അവന്. പെരുങ്കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുണ്ട് ആ മൈക്കുണ്ട് പിടിച്ചിക്കാണ്ട്, ആ മൈക്കിന്റെ ആ തണ്ട് പിടിച്ചിക്കാണ്ട് ഇങ്ങോട്ട് ഇരുന്ന് കാണ്ട് അങ്ങനെ അങ്ങോട്ട് വലിച്ചിക്കാണ്ടാണ് ആക്കണ ഒരാക്കല്. അത് കണ്ടാ തോന്നുന്നു അവൻ എന്തിനാ ആക്കണെന്ന് അറിയിച്ച്, ഞാൻ വലിയ ആൾ തന്നെയാണ്, തന്നെ മൈക്ക് ഒന്നായിട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചലാ. ആ അവൻ പെരുങ്കള്ളനാന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഞാൻ ഫ്രീ ആയിട്ടുണ്ട് വരാം. അനക്കതിന്റെ യഥാർത്ഥ മീനിങ് അനക്കും അറിയില്ല, അയച്ച് താങ്ങണ അസനിക്കും അറിയില്ല. അസനി പണ്ടേ കള്ളനാണ്, അസനി നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന സമയത്തേ കള്ളനാണ്. അസനി ഉസ്താദ് എന്ന് പറഞ്ഞില്ല, അവന് ഹരജ വെച്ചുള്ളൂ ഉസ്താദ് എന്നുള്ളത്. ആ ഞങ്ങൾ നാട്ടുകാർക്കും അയലക്കത്തുള്ളവർക്കും അറിയണ അത്ര മീനിങ് എന്റെ അസനിക്ക് അറിയോ? കാട്ട് വളപ്പിലെ അസനിക്ക് അറിയോ? അതിന്റെ മീനിങ് വൈലത്തൂർ തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിയടാ ആ സാധനം വിടാഞ്ഞ്, പുറത്ത് വിടാഞ്ഞ്, എന്ത് വിടാഞ്ഞ്? വഫാത്തിന്റെ ശേഷമല്ലേ വിട്ടത്? നിങ്ങളാ മഹാൻ ഔലിയാക്കന്മാർക്ക് ബഷായിഖന്മാർക്ക് ദുനിയാവിൽ ഒരാളും പേടിച്ചേണ്ട അവസ്ഥയല്ല. ഔലിയാക്കന്മാരെ നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എന്നാ വിട്ടുവിടരുന്ന ഫാത്താഹിന്റെ ശേഷം വിടല്. വൈലത്തൂർ തങ്ങൾ ചില വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നൗഷാദിനോട്. അപ്പൊ സുലൈമാൻ ഉസ്താദ് പറഞ്ഞില്ലേ, എന്റെ അടുത്ത് വന്നീനി അവന് ദർസിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിനി, അതേപോലെ തന്നെ ഞാൻ പോയിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കൽ അവൻ നല്ല നടത്തിയിരിക്കണേ. അന്ന് അവൻ കത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് മറ്റുള്ള നേതാക്കൾ ആരും ഇവനെ കുറിച്ച് പ്രത്യേകിച്ചൊരു വിലയിരുത്തലുകളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ നല്ലോണം നടത്തിന് അവന്. മനസ്സിലായില്ലേ? അന്ന് അവന് ഇതേമാതിരി വൈലത്തൂർ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിനി. അതൊക്കെ അവൻ റെക്കോർഡും ചെയ്ത് വെച്ചീനി. തെറ്റിദ്ധരിപ്പിക്കാൻ അത് ഏത് ആരും അന്റെ ഈ കാട്ടുവളപ്പിൽ നൗഷാദിന്റെയും കുരുവട്ടൂരിലെ ആ ഷെയ്ത്താനുണ്ടല്ലോ, എന്താണ് ഒരു പേര്, ആഫില്, അവനൊക്കെ മശായിഖന്മാർ ആൾക്കാരാണ്. മശായിഖന്മാർക്ക് എന്താ ദുനിയാവിലുള്ള ആരും പേടിച്ചില്ല. ഇന്ത്യ അവർ അന്ന് ഇത് പുറത്ത് വിടാഞ്ഞ് ഏതാ ചെങ്ങായി ജി മീനിങ് ഇട്ട് വരണ്ട ഇങ്ങോട്ട്. ഇനിയും കുറെ പറയാണ്ട്. ഞാൻ ഇപ്പൊ കുറച്ച് ഒരു 2 ദിവസമായിട്ടുള്ള ഈ ഗ്രൂപ്പിൽ വന്നിട്ട് കുറെ വിഷയങ്ങൾ ഇതിൽ അവതരിപ്പിക്കാണ്ട്. ഇജ്ജി കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞില്ല അഹ്സനി ഉസ്താദ് എന്ന്. അഹ്സനി ഉസ്താദിനെ അഹ്സനി ഉസ്താദ് പച്ച നുണ പറഞ്ഞ ആളാണെന്നുള്ളത് അഹ്സനി ഈ സംഘടനയിലുള്ള സമയത്ത് അതൊക്കെ ഈ സംഘടനാ രംഗത്ത് ഈ സംവാദങ്ങളും ഖണ്ഡനങ്ങളും ഷാര മുബാറക്കിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്സനി നല്ല ഉഷാറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് അയാളെ വിശ്വാസമായിരുന്നു. അയാൾ ഭയങ്കര സംഭവമാണ്, അയാളാണ് ഇപ്പോ മറ്റത് മുന്നേ പത്തപ്പെരിയം സക്കാഫി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പത്തപ്പെരിയം സക്കാഫി, വഹാബ് സക്കാഫി, മമ്പാട്, ഇവരൊക്കെ ആയിരുന്നു ഈ രംഗത്തുണ്ടായിരുന്നത്. പിന്നീട് ഒരു എന്താ പറയാ, പെട്ടെന്നിനാണ് നൗഷാദ് ബാക്കവിയും കബീർ ബാക്കവിയൊക്കെ വന്ന പോലെ ഈ നൗഷാദ് അഹ്സനി വരുന്നത്. ആ സമയത്ത് ഞാൻ മൂപ്പരെ എല്ലാ പരിപാടികളും എല്ലായിടത്തും പോയി കേൾക്കും. അങ്ങനെയുള്ള ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. അത് എത്രാമത്തെ ഉറൂസ് മുബാറക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, 6ഓ 7ഓ ആണ് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും
ആ സമയത്ത് ഈ സംഭവങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് ഷാര മുബാറക്കിന്റെ വിഷയങ്ങൾ. ആ സമയത്ത് ഈ ചങ്ങായി അന്ന് ബഹുമാനപ്പെട്ട തോയർ സക്കാഫി മഞ്ചേരിക്കാണ് അന്നത്തെ ഉറൂസ് മുബാറക്കിന്റെ മൊത്തത്തിലുള്ള ഇൻചാർജ് ഉള്ളത്. ആ സമയത്ത് മൂപ്പര് ഈ പരിപാടിക്ക് ഉറൂസ് മുബാറക്ക് ഈ നൗഷാദിനെ ക്ഷണിച്ചിരിക്കണം. അപ്പൊ ഈ ചങ്ങായി നൗഷാദ് കരുതിക്കുന്നത് എന്താണ്, അവന്റെ ഒരു അവൻ ഭയങ്കര സംഭവമല്ല, ഭയങ്കര സാറാണെന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്ന ആളല്ലേ, അതുകൊണ്ടേക്കാർ ഇന്നെ ക്ഷണിച്ചിട്ടുണ്ടത് എന്ന് കരുതിയിട്ട് അവനോട് വന്നു കാണ്ട് കുറെ പിന്നെ അമ്പലക്കടവിനി പിന്നെ കൂടത്തായിനൊക്കെ എതിരായിട്ടൊക്കെ സംസാരിച്ച് അതൊരു വിഷയം ഉണ്ടായി അവിടെ. കാരണം അതിൽ കുണ്ടൂർ ഉസ്താദിന്റെ ഉറുസ് മുബാറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെല്ലാവരും പങ്കെടുക്കും. അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉറുസ് മുബാറക്കാണത്. അവിടെ അയാളെ അത്രയും ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അയാളെ പ്രായത്തിന്റെ പകുതി പക്വത പോലെ അയാൾക്കില്ല, അങ്ങനെ തന്നെ പറയാം. ഏതായാലും അയാളോട് തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ ഒരു വാക്കവിടെ പറഞ്ഞു. എന്താ വെച്ചാല്, ഞാനിപ്പോ കോഴിക്കോട് കാരന്തൂര് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പോയിട്ട് ഇന്ത്യക്ക് ഉണ്ടായ ക്ലിപ്പ് പോയിട്ട് ഞാന് ഷെയ്ഖുന AP ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് വരുന്നത്. ഇയാൾ അന്ന് ഷെയർ മുബാറക്കിന്റെ വിഷയത്തിലേക്ക് എല്ലാം സംസാരിക്കുന്ന സമയമാണ്. ഈ നോണ അന്നാണ് എനിക്ക് അയാളിലുള്ള വിശ്വാസം പോയത്. അയാൾ നോണയാണ് പറയണെന്നുള്ളതും അയാൾ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ച ആഗ്രഹിച്ചിട്ടല്ല അയാൾ ഈ പ്രസംഗിക്കണമെന്നും മറ്റെന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എന്നും എനിക്ക് തിരിച്ചറിഞ്ഞത്. കാരണം അന്ന് AP ഉസ്താദ് നാട്ടിലില്ല, ഒമാനിലാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിന്റെ 3-ാമത്തെ ദിവസമാണിത്. AP ഉസ്താദ് ഒമാനിലാണ്. AP ഉസ്താദ് സമാപന സമ്മേളനം 6 ദിവസമാണ് പരിപാടി. സമാപന സമ്മേളനത്തിന് AP ഉസ്താദ് എത്തുന്നത് തന്നെ 9:30 മണിക്കാണ്. 9:30 മണി കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. കാരണം AP ഉസ്താദ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്നത് 8 മണിക്കാണ്. കുണ്ടൂർ ഉറൂസ് മുബാറക്ക് എത്തുന്നത് 9:30 മണിക്കാണ്. ഒമാനിലുള്ള AP ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഇവരെങ്ങനെ മർക്കസ് പോയിട്ട്, അതായത് ഇവൻ പ്രസംഗിക്കുന്നതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് AP ഉസ്താദ് വരുന്നത്, മർക്കസ് പോയിട്ട് AP ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കൊടുക്കല് അന്ന് മനസ്സിലാക്കി. കാരണം നമുക്കത് ബോധ്യപ്പെടാനുള്ള കാരണം എന്താ അറിയോ, മർക്കസിൽ നമ്മൾ പോയതാണ്. മർക്കസിൽ അന്ന് ചെന്നപ്പോ AP ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നപ്പോൾ AP ഉസ്താദ് ഇവിടെ എല്ലാം ഒമാനിലാണ് എന്ന് ബഹുമാനപ്പെട്ട C മുഹമ്മദ് ഫൈസിയുമായി നേരിട്ട്, കാരണം ഒമച്ച് ഭായ് നാസറാജി നമുക്ക് എന്റെ അടുത്ത ബന്ധമുള്ള ആളാ, ഞാൻ മൂപ്പരായിട്ടാണ് ബന്ധപ്പെടല്. മർക്കസിൽ എത്തിയപ്പോഴാണ് മൂപ്പർക്കാൻ വിളിക്കണത്. അപ്പൊ പറഞ്ഞു ഞാൻ പോണ്ടില്ലേ, എന്നോട് ചോദിച്ചുകൂടെ തന്നെയാ AP ഉസ്താദ് ഇപ്പൊ ഒമാനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞത്. ആ ഒമാനിലുള്ള AP ഉസ്താദ് എങ്ങനെ ഇവനക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു തന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് AP ഉസ്താദ് എത്തുന്നത് തന്നെ. അന്ന് ഞാൻ മനസ്സിലാക്കി ഇവൻ പാച്ച നോണ ഈ പറയണെന്നുള്ളത്. അവനവിടെ സുനീർ കുരുവട്ടൂര് അവൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വന്നിട്ടുണ്ട് തന്നെ ഈ ഗ്രൂപ്പിക്ക് വന്നത് തന്നെ. കാരണം ഞാൻ അവനും കൂടി ഒരുപാട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്താണ് ഫേസ്ബുക്ക് കൂടി. അവന്റെ കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വിടാണ്ട്. അവന്റെ കുറച്ച് കാര്യം അത് നമ്മൾ പബ്ലിക് ആക്കണില്ല, അവൻ വരട്ടെ കിട്ടി. അന്നെ ഞാൻ കുറ്റം പറയില്ല. കാരണം ചില ആൾക്കാരുണ്ട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും പിന്നെ അവരെ മനസ്സിൽ കിബിറ് എന്ന് പറഞ്ഞ സാധനം കയറി കഴിഞ്ഞാല് നഗ്നമായ സത്യങ്ങളെ പച്ചയായിട്ട് വ്യഭിചാരം ചെയ്യുന്ന ആളുകളുണ്ട്. അവരിൽപ്പെട്ട ആളല്ല ഇജ്ജി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇജ്ജി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്റെ ഈ സംസാരത്തിൽ. എനിക്ക് ഹസനി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ പോലെ വിനയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഇജ്ജി ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടാക്കും കൂടി നാട് സംസാരിക്കാം. ഇവിടെ എന്റെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരും. ഇനി പോരാന്നുണ്ടെങ്കിൽ അനക്ക് ഞാൻ ജലാൽ തങ്ങളെ നമ്പർ തരും. ജലാൽ തങ്ങളെ നമ്പർ, അതായത് ഇപ്പൊ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞില്ല, ഹസനി ഉസ്താദിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് കാട്ടുകള്ളൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ കരളിന്റെ കഷ്ണമായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ, ആത്മീയ കേരളത്തിന്റെ അനുഗ്രഹീത ആചാര്യൻ യൂസുഫുൽ ജീലാനി തങ്ങളെ പ്രിയപ്പെട്ട മകന് സത്യാവസ്ഥകൾ അന്വേഷിക്കാനും അവസാനം യൂസുഫുൽ ജീലാനി തങ്ങൾ എന്താണ് മക്കളോട് പറഞ്ഞതെന്നുള്ളതും പിന്നീടുള്ള കാര്യങ്ങൾ മൊത്തം അനക്ക് ഞാനും ഇജ്ജും ബഹുമാനപ്പെട്ട ജലാൽ തങ്ങളും കൂടി ഉള്ള നമുക്കൊരു സംഭാഷണം നടത്താം. ഒരു മണങ്ങൊരു കോൺഫറൻസ് കോൾ തന്നെ ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് നിഷ്കളങ്കനാണ്, വഞ്ചിക്കപ്പെട്ടു പോയതാണ്. കോമാട്ട് ചാരുൽ അബ്ദുള്ളയുടെയും കാട്ടുവളപ്പിൽ പിന്നെ നൗഷാദ് എന്ന് പറയുന്ന കിബ്രന്റെയും ഷെറിൽ പെട്ടതായി. ചിലപ്പോൾ എനിക്ക് സിഹറുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അവര് നല്ല സിഹർ ചെയ്യുന്ന ആൾക്കാരാ. നൗഷാദ് എന്ന് പറഞ്ഞാൽ ഈ നൗഷാദിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത്.